അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്. ഇന്നത്തെ നമ്മുടെ വിഷയം, നമ്മൾ കാൻഡിൽ 6 പഠിച്ചു. അത് 2 ക്യാൻഡിൽ ചേർന്നുള്ള പാറ്റേൺ കാണാൻ പഠിച്ചു. ഏതാണ് ബുള്ളിഷ് ക്യാൻഡിൽ, ഏതാണ് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പഠിച്ചു. ഇന്നത്തെ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കാൻഡിൽ സ്റ്റിക്സ് ചാർട്ടിൻ്റെ ടൈം ഫ്രെയിമിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൽ ഇന്നത്തെ ഈ ടൈം ഫ്രെയിമിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ഒരു ക്യാൻഡിലിൽ പല ടൈം ഫ്രെയിമിൽ വരുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ കാണുന്ന ഈ ഇമേജിൽ ഞാൻ എടുത്തിരിക്കുന്ന COAI എന്നുള്ള ഒരു ക്രിപ്റ്റോ കോയിനാണ്. അതിൻ്റെ ഒക്ടോബർ 22-ാം തീയതിത്തെ 1 ഡേ ക്യാൻഡിലാണ്. ഈ 1 ഡേ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ നോക്കുമ്പോൾ കാണാം, മേളിൽ ഒരു D കാണുന്നുണ്ട്, ആ ഒരു പിങ്ക് കളർ ആരോ കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കുന്നത് ഈ ചാർട്ടിൻ്റെ ടൈം ഫ്രെയിം D ഒരു ദിവസത്തെ എന്നാണ്. അതിൻ്റെ തൊട്ട് താഴെയും 1D എന്ന് കാണുന്നുണ്ട്, അതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചാർട്ടിൻ്റെ ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമ്മളൊരു ചാർട്ട് കണ്ടാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ടൈം ഫ്രെയിം ഏതാണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ 22 താഴത്ത് ഞാനൊരു പിങ്ക് കളർ റൗണ്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു ക്യാൻഡിലിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന പച്ച ലൈൻ ഹൈ ആണ്. അതായത് 22-ാം തീയതി വന്ന ഏറ്റവും ഹൈ പ്രൈസ് ഈ ഒരു കോയിനിൽ. ഏറ്റവും താഴത്ത് കാണുന്ന റെഡ് ലൈൻ ലോ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ദിവസം വന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്. ഈ 2 പ്രൈസിനിടയിൽ ഏതെങ്കിലും ഒരു പ്രൈസിലായിരിക്കും അത് ക്യാൻഡിൽ ഓപ്പൺ ആയതും ക്ലോസ് ആയതും. അപ്പോൾ ഇവിടെ ഞാൻ ഓപ്പൺ ആയത് താഴത്ത് വരച്ചിട്ടുണ്ട്, ക്ലോസ് ആയത് മേളിൽ മഞ്ഞ ലൈനും ഉണ്ട്. അപ്പോൾ താഴത്ത് ഓപ്പണായി മുകളിലേക്ക് പോയത് കൊണ്ടാണ് ഈ ക്യാൻഡിൽ ഗ്രീൻ കളറാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇമേജിൽ നമ്മൾ പഠിച്ചായിരുന്നു, താഴത്ത് ഓപ്പണായിട്ട് മുകളിലേക്ക് പോയി ക്ലോസ് ചെയ്യുമ്പോൾ ഗ്രീൻ കളർ വരും, അതായത് ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇമേജിലുള്ളത്. ഇനി അടുത്ത ഇമേജിലേക്ക് കടക്കാം.